പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് കോറി ഗ്രേവ്സ് എന്ന മെയിൻ റോസ്റ്ററിലെ കമൻറ്റേറ്ററിനെ സംബന്ധിച്ചാണ്. കോറി ഗ്രേവ്സിനെ സംബന്ധിച്ച് ഇന്നലെയും ഇന്നുമായി ഭയങ്കര വിവാദം ഇപ്പോൾ WWE നടന്നുകൊണ്ടിരിക്കുകയാണ്. കോറി ഗ്രേവ്സ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. ആ പോസ്റ്റിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കോറി ഗ്രേവ്സ് പറയുന്നുണ്ട്. 2 ആഴ്ചകൾക്ക് മുൻപ് കോറി ഗ്രേവ്സിനെ മെയിൻ റോസ്റ്ററിൻ്റെ കമൻറ്റേറ്റേഴ്സ് ടീമിൽ നിന്ന് മാറ്റിക്കൊണ്ട് NXTയിലെ 3ാമത്തെ കമൻറ്റേറ്ററായിട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ, അദ്ദേഹത്തിൻ്റെ ദേഷ്യമാണ് ആ ഒരു പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. കോറി ഗ്രേവ്സ് പിന്നീട് ഒരു പോസ്റ്റും കൂടി ഇട്ടു. ഈ ആഴ്ചത്തെ, അതായത് ഇന്ന് നടന്ന NXT എപ്പിസോഡ് എല്ലാവരും കാണണം, തനിക്ക് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട് എന്ന്. എന്നാൽ NXT എപ്പിസോഡിൽ കോറി ഗ്രേവ്സിനെ ഉൾപ്പെടുത്തിയില്ല. കമൻട്രി ടേബിളിൽ കോറി ഗ്രേവ്സിനെ നമുക്ക് കാണാൻ സാധിച്ചില്ല. കോറി ഗ്രേവ്സ് NXTയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു എന്നുണ്ടെങ്കിലും താരത്തെ ആ ഷോയിൽ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത്. കോറി ഗ്രേവ്സ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആ ഒരു വിവാദപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ, അത് ആദ്യം സ്റ്റോറി ലൈൻ്റെ ഭാഗമാണെന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തത് കോറി ഗ്രേവ്സിൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വെബ്സൈറ്റിന് മനസ്സിലാക്കാൻ സാധിച്ചത് കോറി ഗ്രേവ്സ് അത് സ്വമേധയാ പറഞ്ഞതാണ്, അതൊരു സ്റ്റോറിയുടെ ഭാഗമല്ല. അദ്ദേഹത്തിൻ്റെ റിയൽ ആയിട്ട് ഒരു ദേഷ്യമാണ് അദ്ദേഹം ആ പോസ്റ്റുകളിലൂടെ പ്രകടിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം മെയിൻ റോസ്റ്ററിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കളർ കമൻറ്റേറ്റർ ആയിരുന്നു. അദ്ദേഹത്തെ പെട്ടെന്ന് NXTയുടെ 3ാമത്തെ കമൻറ്റേറ്ററായിട്ട് മാറ്റിയപ്പോൾ, അതും നെറ്റ്ഫ്ലിക്സിൽ പോയി വലിയ ശ്രദ്ധ കിട്ടുന്ന ഒരു സമയം, സ്മാക്ഡൗൺ USA ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയം, ആ ഒരു സമയത്ത് അദ്ദേഹത്തെ NXT പോലെയുള്ള ഒരു 3ാമത്തെ ബ്രാൻഡിലേക്ക് തരം താഴ്ത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതിൻ്റെ ഒരു ദേഷ്യമാണ് അദ്ദേഹം പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ആ പോസ്റ്റിന് കുറേയധികം വ്യൂസ് കിട്ടി. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടന്നു. എന്തായാലും കോറി ഗ്രേവ്സിനെതിരെ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാകുമോ, തുടർന്ന് കോറി ഗ്രേവ്സ് എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കും, കമ്പനിയിൽ തുടരുമോ എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുണ്ട്. NXT എപ്പിസോഡിൽ കോറി ഗ്രേവ്സിനെ ഒഴിവാക്കിയത് പ്രശ്നം ഗുരുതരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന പോയിന്റുകളിൽ ഒന്നാണ്. 2ാമത്തെ അപ്ഡേറ്റ് പെൻഡ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. പെൻഡ എന്ന് പറയുന്ന മുൻ AEW താരത്തിൻ്റെ WWEയിലെ ഡെബ്യൂ ആയിരുന്നു നമുക്ക് ഇന്നലെ എപ്പിസോഡിൽ ജാഡ് ഗേബിളിനെതിരെ നടന്ന മത്സരത്തിൽ കാണാൻ സാധിച്ചത്. കിടിലൻ പെർഫോമൻസോട് കൂടി ജാഡ് ഗേബിളിനെതിരെ ഒരു ഗംഭീര വിജയം നേടിയെടുത്ത പെൻഡ എന്ന റെസ്ലറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ബാക്ക് സ്റ്റേജ് റിപ്പോർട്ടിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. പെൻഡ എന്ന റെസ്ലറുടെ ഡെബ്യൂവിന് മുൻപ് തന്നെ പെൻഡയുടെ മെർച്ചൻഡൈസ് www.shop.com എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ WWE മാനേജ്മെൻറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വമ്പൻ ഒരു മെർച്ചൻഡൈസ് വിൽപ്പന പെൻഡയുടെ പേരിൽ നടന്നിട്ടുണ്ട് എന്നും ആ മെർച്ചൻഡൈസ് വിൽപ്പനയിൽ മാനേജ്മെൻറ്റ് ഭയങ്കര ഹാപ്പിയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ പെൻഡ എന്ന റെസ്ലർ ആദ്യ ആ ഒരു വരവ് തന്നെ കിടിലമായിട്ട് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ പെൻഡയുടെ മത്സരം അത് ക്രിയേറ്റീവ് ടീമിന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ചെറിയൊരു പ്രശ്നം പെൻഡ ഒന്ന് നേരിട്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ പാടെ തന്നെ PW ഇൻസൈഡർ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പെൻഡ എന്ന റെസ്ലറിന് ചില റെസ്ലേഴ്സിൻ്റെ ഇടയിൽ ചില ഇഷ്യൂ നേരിടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. കാരണം പെൻഡ യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട സമയത്തിനേക്കാൾ കൂടുതൽ സമയം എടുത്തുവെന്നും അദ്ദേഹത്തിന് മൈക്കിൽ സംസാരിക്കാൻ കുറച്ച് സമയമേ അലോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും, പക്ഷേ അദ്ദേഹം കൂടുതൽ സമയം എടുത്തു എന്നും ഒരു റിപ്പോർട്ട് PW ഇൻസൈഡർ പുറത്തേക്ക് വിട്ടു. എന്നാൽ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്ക് സ്റ്റേജിൽ ഒരു റെസ്ലറിനും പെൻഡ എന്ന റെസ്ലറിനെതിരെ ഒരു ഹീറ്റ് ഇല്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പെൻഡയുടെ കിടിലൻ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പെൻഡ ആ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കണക്ഷൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ പെൻഡ എന്ന റെസ്ലറിനോട് ആർക്കും വിരോധമില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പെൻഡ എന്ന റെസ്ലറിൻ്റെ ഡെബ്യൂ നടന്നപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് റെയ്മിസ്റ്റീരിയോയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നാണ്. പെൻഡ ഒരു ലൂച്ചാഡോർ റെസ്ലറാണ്. റെയ്മിസ്റ്റീരിയോയും മെക്സിക്കോയിൽ നിന്നുള്ള ഒരു ലൂച്ചാഡോറാണ്. അപ്പോൾ ലൂച്ചാഡോർ ആയ അല്ലെങ്കിൽ ലൂച്ചാഡോർസിൻ്റെ വലിയ ഒരു റെസ്ലറായിട്ട് കാണുന്ന റെയ്മിസ്റ്റീരിയോയുടെ പ്രതികരണം ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ താരം നടത്തിയിട്ടുണ്ടായിരുന്നു. റെയ്മിസ്റ്റീരിയോ പറയുന്നത് പെൻഡ എന്ന റെസ്ലറുടെ ഹോം അത് WWE ആണെന്ന് ഞാൻ പെൻഡയോട് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അതായത് റെയ്മിസ്റ്റീരിയോയും പെൻഡയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. മെക്സിക്കൻ കമ്പനികളിലൊക്കെ വെച്ചിട്ട് മത്സരങ്ങളിൽ കളിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പെൻഡയോട് താൻ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഹോം നിനക്ക് നല്ലത് WWE ആണ് എന്നുള്ളത്. അദ്ദേഹം വന്നിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വരവ് അറിയിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രതികരണമാണ് റെയ്മിസ്റ്റീരിയോ പെൻഡയുടെ ഡെബ്യൂവിനെ സംബന്ധിച്ച് പറഞ്ഞത്.
യഥാർത്ഥ പെൻഡയുടെ ഡെബ്യൂ മാച്ച് എന്ന് പറയുന്നത് റേ മിസ്റ്റീരിയോയുമായി ടീമായിക്കൊണ്ട് ന്യൂ ഡേക്കെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിക്കാനായിരുന്നു. പക്ഷേ ആ ഒരു പ്ലാൻ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ അവർ ക്യാൻസൽ ചെയ്യുകയായിരുന്നു. എന്നിട്ടാണ് ജാഡ് ഗേബിളിനെതിരെയുള്ള ഒരു സിംഗിൾസ് മത്സരം കൊടുത്ത് പെൻഡ എന്ന റെസ്ലറുടെ ആ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു 1-on-1 മത്സരം കൊടുത്ത് താരത്തെ കൊണ്ടുവന്നത്. എന്തായാലും കിടിലമായിട്ടുള്ള ഒരു വരവ്, കിടിലമായിട്ടുള്ള ഒരു മത്സര പ്രകടനം പെൻഡയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് വൈഡ് 6നെ സംബന്ധിച്ചാണ്. ഇന്നലത്തെ റോ എപ്പിസോഡിൽ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ കിരൺ ക്രോസ് ദ മിസിനോട് പറയുന്നുണ്ട് വൈഡ് 6 സ്മാക്ഡൗണിലേക്ക് ട്രാൻസ്ഫർ വിൻഡോയുടെ പ്രകാരമായിട്ട് അവർ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. പിന്നീട് എല്ലാ വെബ്സൈറ്റുകളും ഇത് സ്ഥിരീകരിച്ചു. വൈഡ് 6 ഇനി മുതൽ റോയിലല്ല, അവരെ സ്മാക്ഡൗണിലേക്ക് തരം താഴ്ത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തരം താഴ്ത്തി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റോയിൽ ഒരു ഗംഭീര ഡെബ്യൂ ഒക്കെ നടത്തി വന്ന വൈഡ് 6ന് ആ ഡെബ്യൂവിനനുസരിച്ചുള്ള സ്റ്റോറി ആദ്യത്തെ ആ ജാഡ് ഗേബിളിനെതിരെയുള്ള സ്റ്റോറിക്ക് ശേഷം പിന്നീട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതാ ഫൈനൽ ടാസ്റ്റ്മെൻ എന്ന കിരൺ ക്രോസിനെതിരെയുള്ള ആ ഒരു സ്റ്റോറി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവരെ സ്മാക്ഡൗണിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ വിൻഡോയുടെ ഭാഗമാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്മാക്ഡൗണിലേക്ക് പോകുമ്പോൾ അവർ ആർക്കെതിരെ സ്റ്റോറി ചെയ്യും, ഒന്നിൽ നിന്ന് പിന്നെയും തുടങ്ങണ്ടേ എന്നുള്ളതാണ് വൈഡ് 6ൻ്റെ ആരാധകർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. ബ്രേ വൈറ്റ് എന്ന് പറയുന്ന റെസ്ലറുടെ ലെഗസിയെ മനഃപൂർവ്വം തരം താഴ്ത്തി കാണിക്കുകയാണ് ട്രിപ്പിൾ എച്ച് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ അവർ ഇങ്ങനെ ഇടുന്നുണ്ട്. സ്മാക്ഡൗണിൽ എങ്ങനെയാണ് വൈഡ് 6നെ അവർ ഇനി കാണിക്കാൻ പോകുന്നത്, ആർക്കെതിരെ സ്റ്റോറി കൊടുത്തിട്ട് അവരുടെ ആ സ്മാക്ഡൗണിലുള്ള വരവ് അറിയിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ ആഴ്ചത്തെ സ്മാക്ഡൗണിൽ വൈഡ് 6നെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സ്മാക്ഡൗൺ വൈഡ് 6ൻ്റെ ആരാധകർ കാണാനിരിക്കുന്നത്. വൈഡ് 6നെ സ്മാക്ഡൗണിലേക്ക് കൂടുമാറ്റിയതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് 2 സൂപ്പർ താരങ്ങളായ CM പങ്കും ജോൺസനെയും തമ്മിലുള്ള സ്റ്റോറി ഒരിക്കൽ കൂടി വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സാധ്യതകൾ പങ്ക് തന്നെ തുറന്നിട്ടിരിക്കുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഇന്നലത്തെ റോ എപ്പിസോഡിൽ CM പങ്കിൻ്റെ സെഗ്മെൻറ്റ് കണ്ട കൂട്ടുകാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ജോൺസനെയെ ഇൻഡയറക്റ്റായി മെൻഷൻ ചെയ്യുന്ന CM പങ്കിൻ്റെ വാക്കുകൾ നമുക്ക് ഇന്നലെ കേൾക്കാൻ സാധിച്ചു. യു ക്യാൻ സീ മീ, ഐ ക്യാൻ സീ യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോൺസനെയെ മെൻഷൻ ചെയ്തു പോകുന്ന പങ്ക് വേഴ്സസ് സീന സ്റ്റോറി 2025 വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത്. ആ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് CM പങ്ക് ജോൺസനെയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്നുള്ളതിലേക്കാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡയറക്റ്റ് ഒരു വെല്ലുവിളിയല്ല, പക്ഷേ 2025 ഇവരുടെ സ്റ്റോറി തുടങ്ങാൻ ഇതിലൂടെ ഒരു സാധ്യതയുണ്ട്. ഓൾറെഡി CM പങ്ക് ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട് 2025 ജോൺസനയുടെ ഫെയർവെൽ ടൂറിൽ ജോൺസനയുടെ അവസാന എതിരാളികളിൽ ഒരാൾ താനായിരിക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ, തനിക്ക് ആ ഒരു മത്സരം കളിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നുള്ളത് ജോൺസനെയും ഇൻ്റർവ്യൂകളിൽ CM പങ്കിനെതിരെ സ്റ്റോറി ചെയ്യുന്നതിനെ സംബന്ധിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് തന്നെയാണ് നമുക്ക് റോയൽ CM പങ്കിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരു സൂപ്പർ താരങ്ങളും തമ്മിലുള്ള സ്റ്റോറി 2025 കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി വരികയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് റെസ്ലറിനെയായിരിക്കും ആ സ്റ്റോറിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിജയിപ്പിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി പങ്കുവെക്കാനുള്ള ചെറിയ അപ്ഡേറ്റുകൾ, അതിൽ ഒന്നാമത്തേത് മാഷ സ്ലമോവിച്ച് എന്ന് പറയുന്ന നിലവിലെ TNAയുടെ നോക്കൗട്ട്സ് ചാമ്പ്യൻ ഇന്നത്തെ NXTയുടെ വീക്ക്ലി എപ്പിസോഡിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ NXTയുടെ വീക്ക്ലി എപ്പിസോഡിൻ്റെ ബാക്ക് സ്റ്റേജിൽ ഷാർലറ്റ് ഫ്ലെയർ എന്ന സൂപ്പർ താരവും അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഒരു തിരിച്ചുവരവ്, ഷാർലറ്റ് ഫ്ലെയർ വുമൻസ് റോയൽ റംബിൾ മത്സരങ്ങളിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് NXTയുടെ ബാക്ക് സ്റ്റേജിൽ ഷാർലറ്റ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.